സാറേ എന്റെ ഷോട്ട് എപ്പോഴാണ് ആദ്യമായിട്ട് അഭിനയിക്കണേ ഒരു ടെൻഷൻ ഹനാൻഷാക്കെ കൊണ്ടുവന്ന് ഡമ്മിയെ കൊല്ലം നിർത്തിയിരിക്കണം. ഹനാൻഷാ ഇതിൽ ബദിരനും മോഹനോ സംസാരശേഷിയില്ല. ഏതായാലും വേഷം കെട്ടി നല്ല കൊള്ളാവുന്ന വേഷം കെട്ടാമായിരുന്നു. ഹാഷിർ വന്നപ്പോ ഇങ്ങനെ, പിന്നെ ഹനാൻഷ വന്നാൽ എന്തായിരിക്കും എന്നുള്ളതായിരുന്നു. അതിനോടുള്ള ഒരു പ്രതികരണം എങ്ങനെ? ഒരു പ്രതീക്ഷയില്ല. അത് നമ്മൾ ചെയ്തു, അത് കഴിഞ്ഞു. അതൊക്കെ ഒരു സസ്പെൻസായി നിൽക്കട്ടെ, എന്നാലല്ലേ കാണുമ്പോ ഒരു ഗുമ്മുണ്ടാവും. സാറാണ് ഡയറക്ടർ ഗിരീഷ് പുരി. എനിക്ക് നിന്നെ കൊണ്ടൊരു കാര്യമുണ്ട്. ആ കഴിയുന്നേ പച്ചാളത്തിന്റെ പടത്തിൽ റഫീഖ് അഭിനയിക്കണം. അയ്യേ ഞാനൊന്നുമില്ല. പക്ഷെ ഇൻഡസ്ട്രിയിലുള്ള ടോക്ക് അലക്സാമൽ മിടുക്കൻ ഡയറക്ടറാണ്. പിന്നെ ഹനാൻഷ വന്നാൽ എന്തായിരിക്കും എന്നുള്ളതായിരുന്നു. സിനിമ അങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾക്ക് ശേഷം സിനിമ ഇറങ്ങാൻ പോവാണ്. അപ്പൊ എല്ലാവരും എന്തായാലും 28-ാം തീയതി പോയി കാണണം. പോരാ, പുള്ളിയെ കൊണ്ടൊന്നും പറ്റുന്നില്ല. ചുമ്മാ ആർക്കാനും വേണ്ടി ഓർക്കാനിച്ച് വിട്ട പോലെ ഉണ്ട്. ഒരുപാട് മികച്ച അപ്പൊ ഇന്റെ ആസ്പെക്ട് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസിൽ ഒന്നാവും കാട്ടാളൻ എന്നുള്ളതിൽ എനിക്ക് സംശയമല്ല. அம்மா இந்த நாயை நம்பாதீங்க. ஃபர்ஸ்ட் லுக் நல்லா இருக்கு, டெய்லர் நல்லா இருக்குன்னு கூட்டு வந்தானே. நான் தான் சொன்னனே நல்லா இருக்காது. അത്രയും വലിയ കാസ്റ്റ് ആണ്, ക്രൂ ആണ്. അതായത് മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് രവി ബസൂർ സാറാണ്. അതായത് KGF-ന്റെയും മാർക്കോന്റെയും സലാറിന്റെയും മ്യൂസിക് ഡയറക്ടറാണ്. പക്ഷെ പടം പൊട്ടും. ഞാനൊരു തന്നെയല്ല, നിങ്ങൾ ഏറെമനല്ല ആൻസിൻ തന്നെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. പടം നന്നാവണ്ടേ, എഴുത്ത് നന്നാവണ്ടേ. മലയാളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും നാറിയ ഒരു പടം ചില്ലറ പടമല്ല വരാൻ പോണത്. ഇങ്ങനെ പോലെ കെട്ടുകൾ ഉണ്ടാക്കാൻ ഇത്ര വിദഗ്ധം മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ല. എന്നെ വെച്ചിട്ട് കൂടുതൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം വളരെ ചെറിയ ടൈമിൽ ഞാൻ അത് എന്തായാലും എനിക്കെന്തോ വല്ലാത്ത പ്രതീക്ഷ തോന്നുന്നു. ചെറിയ ഏതാനും മിനിറ്റുകൾ നമ്മൾ സിനിമയിലുള്ളൂ. പക്ഷെ എന്തായാലും നിങ്ങൾ എന്തായാലും എൻജോയ് ചെയ്യുക. സ്റ്റാർ കാസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിലും അതിൽ പകുതി കൂടുതൽ പേർക്ക് ഡയലോഗ് പോലും ഇല്ല. അവന് ഹനാൻഷയ്ക്കൊന്നും ഡയലോഗ് ഇല്ല. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഇതവനോടെ എന്തേ ജപിച്ച തരടാ കയ്യില്, അതാ മിണ്ടാത്ത. ഇത്രയും ഫാൻ ബേസിൽ ഒരാളെ വിളിച്ചോണ്ടിട്ട് വെറുതെ ഒരു സീൻ 4-5 സീൻ കൊടുത്ത് ഒരു ഡയലോഗ് പറയിപ്പിക്കണ്ടോ? എന്റെ കുഴപ്പമില്ല, ഇത് നാടകത്തിന്റെ സ്ക്രിപ്റ്റാ. താഴെ സ്ക്രിപ്റ്റ് പോരാ, സ്ക്രിപ്റ്റും തരൂല്ല. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. നീ വരുന്നില്ലേ? ഇല്ല, ഡയലോഗ് ഉണ്ട്. പടം തീർന്നുവാ. എന്തെന്ത് മോഹങ്ങളായിരുന്നു, എല്ലാം പാഴായി പോയല്ലോ ദൈവം. പക്ഷെങ്കിൽ ഇന്നെ വെച്ച് നോക്കരുത് പടം ഇതൊരു ആന്റണി വർഗീസ് പെപ്പെ അല്ലെങ്കിൽ ഒരു രവി ബസൂർ അല്ലെങ്കിൽ ഒരു പോൾ ജോർജ് ക്യൂബ്സ് എന്റർടൈൻമെന്റ് സംഭവമായിരിക്കും ഈ പടം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന്റെ ഗമ നിനക്കിരിക്കട്ടെ, അത് കഴിഞ്ഞിരിക്കട്ടെ. ആ ഗമ ആശാ തന്നെ വെച്ചോ.